മെനു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് ദുപ്പട്ട കോംബോ ആണ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ടോപ്സ് മാത്രം ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ദുപ്പട്ടയും ബോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. കാരണം അതിന്റെ മാച്ചിങ് ഇതുപോലെയുള്ള ജോർജറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ സെറ്റ് ചെയ്യാം. അതല്ലാതെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. കാരണം കളേഴ്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടം നമ്മൾ മാക്സിമം 3 കൂടെ സെറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പും ദുപ്പട്ടയും ഉള്ളതാണ് കുറച്ചിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ലൈലാക്ക് കളറിന്റെ തന്നെ ലൈറ്റ് ആണോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു റെയർ ഷെയ്ഡ് എന്ന് തന്നെ പറയാം. അത്രയും കോമൺ അല്ലാത്തൊരു നല്ല അടിപൊളി ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഒരു ലൈലാക്കിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ. അതിനകത്തോട്ട് നമ്മൾ ഈ ഫുള്ളി ഈ യോക്കിൽ വെച്ചേക്കുന്നത് ഫുള്ളി ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയാൻ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ത്രെഡ് വർക്ക് ചെയ്തേക്കുന്ന ത്രെഡ് വർക്കും സീക്വൻസും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഫാബ്രിക്കാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ആ വർക്ക് തന്നെ ശരിക്കും നല്ലൊരു ഫിനിഷിങ്ങിലുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ താഴോട്ടേക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഓൾ ഓവർ ആ ഒരു ത്രെഡ് വർക്ക് താഴേക്ക് വരയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആണ്. ഇത് ഹെമ്മിങ്ങും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് വീഡിയോ ഒക്കെ എടുത്തേ ഉള്ളൂ. പിന്നെ ഇതാ ഈ യോക്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം സ്റ്റോൺ വർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ. സ്റ്റോൺ കൊണ്ടുള്ള വർക്ക് ഇതിനകത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഒരു ലുക്കാണ്. അപ്പൊ ഞാൻ ഇതിന് ഈ സെയിം ടോൺ തന്നെ ദുപ്പട്ട പെയർ ചെയ്തിട്ട് അതിന്റെ വൺ സൈഡ് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ലേസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് ദുപ്പട്ട ഒരു ഫംഗ്ഷൻസ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അത്രയും നല്ല, കാരണം നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആണിത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സെയിം തന്നെ ക്രേപ്പിന്റെ ബോട്ടം വേണമെങ്കിൽ നമ്മൾ അതും ചെയ്തു തരാം. കാരണം ഇപ്പൊ നമുക്ക് അറ്റ് പ്രസന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഈ സെയിം ടോൺ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്രേപ്പും കൊണ്ടുള്ള ഒരു ബോട്ടം ഈ ഒരു ടോപ്പിന്റെ ലെവലിൽ തന്നെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. താഴോട്ട് നിൽക്കണം, പെൻസിൽ ബോട്ടം ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അതും ചെയ്തു തരാം. അതല്ല ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഏറ്റവും സ്പെഷ്യൽ ഇതിന്റെ ഈ ഒരു കളറാണ്. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ. ഈ രണ്ടിലോട്ട് ഇതേപോലെ കണ്ടോ, നമ്മൾ ഇതിന് സിമിലർ ആയിട്ട് വരുന്ന കുറച്ചൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ദുപ്പട്ട വേണ്ട, ടോപ്പ് ഓൺലി പ്ലസ് ബോട്ടം ആണെങ്കിലും ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതേപോലെ വരുന്നത്. ഞാനിപ്പോ ഇതിന് ബോട്ടം എക്സാക്ട് ചെയ്തിട്ടില്ല കേട്ടോ, നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ബോട്ടം ടോപ്പ് ഓൺലിയാണ് ചെയ്തേക്കുന്നത്. ബോട്ടനൊക്കെ വിത്ത് വി കട്ടിങ് വന്നിട്ട് ചെസ്റ്റ് ലെവലിൽ ഇതേപോലെ ഒരു ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട്, കാരണം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് പ്ലീറ്റ്സ് അത്രയും ഫിനിഷിങ് കിടക്കില്ല, എന്നാലും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഫുള്ളി ത്രെഡ് വർക്കാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ത്രെഡ് വർക്കാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലെങ്ത് 49 വരുന്നുണ്ട്. ബോട്ടം വേണമെങ്കിൽ പറയാം. ഇച്ചിരി പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കാണിച്ചു തന്നേക്കുന്നത്. ഇതിപ്പോ നമുക്ക് എന്തായാലും ക്രിസ്മസ് ആയിട്ടും ഈ ഒരു നല്ല അടിപൊളി കളറാണ്. ഇതൊരു ക്രീം കളറിലോട്ട്, ക്രീം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐവറി കളർ, അതിന്റെ തന്നെ ഡാർക്ക് കളർ കേട്ടോ. അതിനകത്തോട്ട് ഈ ഒരു ഫാബ്രിക് ഒരു സിൽക്കിലെയാണ്, ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിലോട്ട് ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ആപ്ലിക് ആ ഒരു വെൽവെറ്റിന്റെ ഫ്ലവേഴ്സ് ആണ്. അത് ഒരു പ്രിന്റ് അല്ല, വെൽവെറ്റിന്റെ ഫ്ലവേഴ്സ് വെച്ചിട്ട് അത് ആപ്ലിക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒപ്പം ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ പേസ്റ്റൽ ഷെയ്ഡ് കാണിച്ചപ്പോൾ നല്ല അടിപൊളി ഒരു പാറ്റേൺ ഒത്തിരി പേര് എൻക്വയറി ചെയ്തതാണ്. അപ്പം ഇതിപ്പോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ കാണിച്ചത് കേട്ടോ. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് വേറെ ഇതേപോലെയായിട്ട് നമ്മൾ മുമ്പ് ഇട്ട വീഡിയോയിൽ ഇതുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും ജസ്റ്റ് ഞാൻ റിപ്പീറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഇതിനായാലും ടോപ്പ് ദുപ്പട്ട ബോട്ടം വേണമെങ്കിൽ അത് സ്പെഷ്യലി പറയണം. അതിൽ നമുക്ക് കുറച്ചും കൂടി ഡിലേ വരും. അപ്പൊ അതെല്ലാം